എന്തൊക്കെയാണ് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ? മെമ്പറായിട്ടും വീട്ടമ്മയായിട്ടും ട്രെയിനറൊക്കെ ആയിട്ട് ഈ അസുഖങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എൻ്റെ ജീവിത രീതി എന്തൊക്കെയാണ്? ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എങ്ങനെയാണ്? എൻ്റെ സപ്ലിമെന്റ്സ് എങ്ങനെയാണ്? അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ്. അതുപോലെ എങ്ങനെയാണ് ലൈഫ് ഞാൻ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നത്? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കുറേ ആൾക്കാർക്ക് അറിയാനുള്ളത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകണത് എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഐ ആം നോട്ട് എ സൂപ്പർ വുമൺ. അത് ഞാൻ ആദ്യം തന്നെ അങ്ങോട്ടേക്ക് പറയട്ടെ. എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് PCOS ഉണ്ട്. റൈറ്റ് സൈഡ് ഓവറിക്കകത്ത് ചെറിയൊരു കല്ലപ്പുണ്ട്. അപ്പോൾ PCOS കുറയുന്ന സമയത്ത് ഈ കല്ലപ്പ് പോകുമെന്നുള്ളത് നോക്കാം. അത് പോവില്ല എന്നുണ്ടെങ്കിൽ ബാക്കി മേബി എടുത്തു കളയും. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്നാണ് നിലവിൽ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. കുറച്ചല്ല, കുറച്ചധികം ഉണ്ട്. കാരണം 5 താഴെ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നത് ഈ കൊളാബൊക്കെ എടുക്കാനും അതുപോലെ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് വൈറ്റമിൻ ഡി ഇല്ലാത്തത്, കാൽഷ്യം ഇല്ലാത്തത്. അയൺ ഇല്ല, കാൽഷ്യം ഇല്ല, വൈറ്റമിൻ ഡി ഇല്ല, ഹീമോഗ്ലോബിൻ ഇല്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ ബോഡിയിൽ കുറവാണ്. അപ്പോൾ അത് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണെന്ന് പറയുന്നുണ്ടായിരുന്നു. 24 hours എത്ര നേരം വെയിലുണ്ടോ അത്രയും നേരം വെയിലത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ കുറച്ച് ഇപ്പോൾ വയ്യാണ്ടായ ശേഷമാണ് ഞാൻ വീട്ടിനകത്ത് കയറാൻ തുടങ്ങിയത്. മറ്റേത് ഞാൻ കൂടുതലും പുറത്തായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഉള്ളിലിരിക്കുന്നത്. ബാക്കി എല്ലാ സമയത്തും വെയിലുള്ളെന്ന് എനിക്ക് വൈറ്റമിൻ ഡി ഉണ്ടാവുന്നില്ല. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അകത്തത്തെ പുറത്തത്തെ എന്നുള്ളതല്ല, നമ്മുടെ ബോഡി അതിൽ നിന്ന് ഈ പറയുന്ന വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. എൻ്റെ ബോഡിക്ക് അത് നാച്ചുറലി അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ബോഡിയിൽ നിന്നല്ല കുറേ ഇന്ത്യൻസ് ഉണ്ട് ഈ വൈറ്റമിൻ ഡി ആണെങ്കിലും മറ്റേ കാൽഷ്യം ആണെങ്കിലും അവർ എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന സാധനങ്ങളൊന്നും അവരുടെ ബോഡിയിലോട്ട് എത്താത്ത ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടാവാറുണ്ട് കുറേ ആൾക്കാർക്ക്. എനിക്കും അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ യൂട്രസ് ഒരു 30+ അല്ലെങ്കിൽ 25+ മേലെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യൂട്രസ് എത്രമാത്രം നല്ലതാണോ അത്രമാത്രം നല്ലതായിരിക്കും അവർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് PCOSും യൂട്രസിന് ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വന്ന് തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ലൈഫ് മൊത്തത്തിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യാനായിട്ട് തുടങ്ങിയത്. കാരണം ഓരോ കാര്യവും ഞാൻ വളരെ ഹാപ്പി ആയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ ഞാൻ സ്ട്രഗിൾ ചെയ്ത് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ എൻ്റെ അക്കാഡമി ഒരു സൈഡിൽ കൂടെ, ക്ലാസ് എടുക്കൽ ഒരു സൈഡിൽ കൂടെ, ട്രെയിനിങ് ഒരു സൈഡിൽ കൂടെ, അതേപോലെ പഞ്ചായത്ത് ഒരു സൈഡിൽ കൂടെ, വീഡിയോ കോണ്ടന്റ് ക്രിയേഷൻ ഒരു സൈഡിൽ കൂടെ, അങ്ങനെ എല്ലാം പാടെ കൊണ്ട് മല എടുത്ത് മറിക്കുന്നൊന്നുമില്ല. ഞാൻ നെയ്സായിട്ട് ആദ്യം ഞാൻ വിചാരിച്ചത് ഓക്കെ വേറൊരു ഓഫീസ് റൂം എടുക്കാം, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഷാഹുലിനെ ഏൽപ്പിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ്. പക്ഷെ അവന് കോണ്ടന്റ് ഇപ്പോൾ അഡ്മിഷൻ കൺവേർട്ട് ചെയ്യണതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്യാൻ റെഡി ആയിരുന്നു. ക്ലാസ് ഞാൻ തന്നെ കൊടുക്കണം എന്നുള്ളതാണ് നിർബന്ധം. പക്ഷെ നമ്മൾ വേറെ കുട്ടികളുടെ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട് അവർക്ക് കോഴ്സൊക്കെ കൊടുക്കുന്ന സമയത്ത് ക്യാഷ് നമ്മൾ ക്ലാസ് എടുക്കണം എന്നുള്ളതൊരു മാൻഡേറ്ററി ആയിട്ട് വരുന്ന സമയത്ത് എന്താ വെച്ചാൽ ചിലപ്പോൾ എനിക്ക് ഹെൽത്ത് ഓക്കെ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എൻ്റെ അക്കാഡമി താക്കോലിട്ട് പൂട്ടി. തൽക്കാലത്തേക്ക് ഞാൻ പുതിയ കോഴ്സോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ താക്കോലിട്ട് പൂട്ടി. എനിക്കൊരു ആഗ്രഹമുണ്ട് 3 days വർക്ക്ഷോപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാക്ടിക്കലി ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അതൊരു ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. ഇപ്പം എന്തായാലും ഞാൻ നിലവിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന രീതിയിൽ അത് പൂട്ടി. പിന്നെ മെമ്പറാണ്. അപ്പം മെമ്പറാണല്ലോ അപ്പോൾ കുറേ പൈസ കിട്ടുന്നതുകൊണ്ട് അതൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ വിചാരിക്കേണ്ട. മെമ്പറായിട്ട് സീരിയസ്ലി ഇതുവരെ നമുക്ക് ഓണറേറിയം കിട്ടും ഒരു 8,000 rupees അടുത്ത്. അതിൽ നമ്മുടെ ഓൺ എക്സ്പെൻസ്, ട്രാവൽ എക്സ്പെൻസ്, ഫുഡ്, യാത്ര, ബാക്കി നമ്മുടെ വാർഡിൽ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അതിൻ്റെ പെട്രോള്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മുടെ കയ്യിൽ മിക്കവാറും സംഭാവനകളൊക്കെ കഴിച്ചിട്ട് നമുക്കൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല കേട്ടോ. സീരിയസ്ലി ആ 8,000 അങ്ങനെ പോകാനുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാർഡ് മെമ്പർ ആയതുകൊണ്ട് എന്താ പ്ലസ് എന്താ ഗുണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ത്രൂ കുറേ ആളുകൾക്ക് കുറേ ആനുകൂല്യങ്ങൾ കിട്ടാനായിട്ട് നമ്മളൊരു കാരണമാവും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ വാർഡിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ തുടക്കം മുതലേ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അതായത് എൻ്റെ വാർഡിൽ കുറേ ആൾക്കാരുണ്ടല്ലോ. വാർഡെന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് ഏരിയകളുണ്ട്, കുറേ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന കുറേ വാർഡുകളിൽ നിന്ന് സ്പ്ലിറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് എൻ്റെ വാർഡ്. അപ്പോൾ എൻ്റെ വാർഡിലുള്ള ആളുകൾക്ക് എൻ്റെ വീട്ടിലോട്ട് വരിക അല്ലെങ്കിൽ പഞ്ചായത്തിലോട്ട് വരിക, ഇത് രണ്ടും ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറേ ഉള്ളേരിയയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ബസ്സൊന്നും ഉണ്ടാവില്ല. അവരവിടെ നിന്ന് ഓട്ടോ എടുത്തിട്ടോ വണ്ടി എടുത്തിട്ടോ ഒക്കെ വരണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം മുതൽ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഫോം എഴുതി വാങ്ങിക്കുക, അല്ലെങ്കിൽ വല്ല സാക്ഷ്യപത്രം കൊടുക്കുക. ഇതിനൊക്കെ അവർ എന്നെ കോൾ ചെയ്തിട്ട് മെമ്പർ എവിടെയുള്ളത്, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുമ്പോൾ ഞാൻ പറയും വേണ്ട, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് വാങ്ങാൻ പറയും. കാരണം എൻ്റെ കയ്യിൽ വണ്ടിയുണ്ട്. അപ്പം ഞാൻ ഫിസിക്കലി എപ്പോഴാണോ ഓക്കെ ആവുന്ന ആ ഒരു ടൈം നോക്കി ഞാൻ അവരുടെ വീട്ടിലോട്ട് പോയിട്ട് വാങ്ങിക്കുക ചെയ്യട്ടോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതുവരെ ഒരാളെ പോലും ഞാൻ പഞ്ചായത്തിലോട്ട് വിളിപ്പിച്ചിട്ടോ എൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടോ
കണ്ടിട്ടില്ല. ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ഞാൻ അവരെ വീട്ടിൽ പോയി ചെയ്തു കൊടുക്കാറാണ് നിലവിൽ പതിവുള്ളത്. പിന്നെ നമുക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരും. ഇപ്പോൾ റോഡിൽ ഇന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പട്ടി ചത്തിട്ടുണ്ട്, പക്ഷി ചത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് വിളിച്ച് അറേഞ്ച് ചെയ്യേണ്ടി വരും. രാവിലെ മുതലേ വരും. കറണ്ട് പോയാൽ കോള് വരും, വെള്ളം പോയാൽ കോള് വരും. പക്ഷെ അങ്ങനെ അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങൾക്കും മെമ്പർ ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് സോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അൽഹംദുലില്ല ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ ആണല്ലോ, പിന്നെ അത് പോയാലും വേറൊരു പണിയും ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഏർണിങ്സ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ജോലി ചെയ്യണം. അപ്പം ഞാൻ ജോലി ചെയ്യുന്ന ഒരു വൺ ആൻഡ് ഓൺലി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ മാത്രമാണ്. ഇപ്പം എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ ഹെൽത്ത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ ഒരു റൂമിനകത്ത് ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഹെൽത്ത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് സ്റ്റുഡിയോക്കകത്ത് നിന്നിട്ട് ഇതുപോലെ വീഡിയോസ് എടുക്കാം. ചെറിയ പേയ്മെൻറ്റ് വരാറുള്ളൂ. ഇപ്പോൾ എനിക്ക് മുന്നേക്ക് പറഞ്ഞാൽ നല്ല പേയ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു എലക്ഷനും ആ ഒരു തിരക്കൊക്കെ ആയ സമയത്ത് കുറേ വീഡിയോസ് പ്രൈവറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറേ വീഡിയോസ് ഞാൻ പറഞ്ഞില്ലേ, 2 വീഡിയോ പ്രൈവറ്റ് ആക്കിയ ടൈമിൽ കുറേ വീഡിയോസ് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ പഴയ വീഡിയോസിൽ നിന്ന് വരുന്ന ഏർണിങ്സ് ഒന്നും ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നുണ്ട് കുറേ വ്ളോഗ്സ് എങ്ങാനും എടുത്തിട്ട് പബ്ലിക് ആക്കിയാലോ എന്നുള്ളത്. കാരണം കുറേ വീഡിയോസ് പോയതുകൊണ്ട് എനിക്ക് കുറേ ഏർണിങ്സ് ഇല്ല, അതില്ലാതെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 2-3-4 മാസത്തിൻ്റെ അടുത്തായിട്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങുന്നത്. അത് വേറെ വരുമാന മാർഗ്ഗങ്ങളൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ ഇട്ട് തുടങ്ങണമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇപ്പം എനിക്ക് ഏറെക്കുറെ ക്ലിയർ ആയില്ലേ. ഞാൻ എൻ്റെ പകുതി ജോലി നിർത്തിവെച്ചു, ഞാൻ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ എനിക്കതൊരു ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ കിട്ടുന്ന, ഇപ്പം നിങ്ങൾക്കൊരു വയ്യാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു അസുഖം ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വയ്യാന്ന് പറയുമ്പോൾ എല്ലാവരും നിങ്ങളുടെ അടുത്ത് വയ്യ എന്നാൽ മോള് റെസ്റ്റ് എടുത്തോ, അല്ലെങ്കിൽ വരണ്ട, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന സാധനം ഒരു 1 or 2 month, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്, ഒരു 1 monthന്റെ മേലെ ഒന്നും നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യില്ല. അപ്പം എല്ലാവരും അവരെ യഥാർത്ഥത്തിലുള്ള ഒരു ക്യാരക്ടർ അല്ല, മേ ബി നമ്മളിനിപ്പോൾ എത്ര കാലം അവർ താങ്ങിക്കൊണ്ട് കൊണ്ട് നടക്കുക എന്നുള്ളതുകൊണ്ടായിരിക്കും അവർ നമ്മുടെ അടുത്ത് പറയും പറ്റില്ല, നീ ചെയ്യേണ്ട ഡ്യൂട്ടി നീ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വി ആർ ഫോഴ്സ്ഡ് ടു ഡു. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്ത മീറ്റിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ പഞ്ചായത്തിലൊക്കെ പോയിട്ടിരുന്ന് ഇങ്ങനെ തൂകി വീണിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന്. അങ്ങനെ ലാസ്റ്റ് അവർ ഓക്കെ നീ പൊക്കിയോ അങ്ങനെ പറഞ്ഞിട്ടും നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ റാലികൾ, ചില പരിപാടികൾ, പൊതുപരിപാടികൾ നിർബന്ധമായിട്ട് ആവശ്യം വന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ പോയേ പറ്റുള്ളൂ എന്നുള്ള കണ്ടീഷൻസ് വരാറുണ്ട്. അത് വീട്ടിലത്തെ കാര്യമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തീരെ വയ്യാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ആ വയ്യായി വെച്ച് എണ്ണീറ്റേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുന്നുണ്ട്. എനിക്ക് ഓൾറെഡി ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുതലാണ്. അപ്പോൾ ഇതിന് ഞാൻ കൺട്രോൾ ചെയ്യാനായിട്ട് മെയിനായിട്ട് ചെയ്ത കാര്യം എന്താ വെച്ചാൽ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ഞാൻ വൈറ്റമിൻ ഡി പ്ലസ് കാൽഷ്യം സപ്ലിമെൻറ്റ് 500 വെച്ചിട്ട് പെർ ഡേ എടുക്കുന്നുണ്ട്. അതേപോലെ വീക്ക്ലി വൺസ് 60,000 IU വൈറ്റമിൻ ഡി എടുക്കുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് എടുക്കുന്ന സപ്ലിമെൻറ്റ്. പിന്നെ ഞാൻ omega-3 ഫാറ്റി ആസിഡ് എടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഡോക്ടർ എടുക്കാൻ പറഞ്ഞതായിരുന്നു, അത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താ മാറ്റം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നതിനനുസരിച്ച് നമുക്ക് ഫേസിൽ വരുന്ന ഹെയർസ്, അതുപോലെ നിറയെ പിമ്പിൾ വരും. ഇപ്പോൾ ഒരു പീരിയഡ്സ് കഴിഞ്ഞ ടൈമിൽ എനിക്ക് വരുന്ന പിമ്പിൾസ് എൻ്റെ ഈ സൈഡ് നോക്കി നമുക്ക് മനസ്സിലാവും. ഒരു ലോഡ് പിമ്പിള് എനിക്ക് അങ്ങനെ അറിയും. ഇപ്പം എൻ്റെ പീരിയഡ്സിലാണ്, ഇന്ന് 3rd ഡേ ആണ്. അപ്പോഴേക്കും തന്നെ നിറയെ എൻ്റെ മുഖത്ത് എവിടെ തൊട്ടാലും എനിക്ക് വേദന വരുന്നുണ്ട്. അതുപോലെ ഫേഷ്യൽ ഹെയർസ് ഉണ്ട്. ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ്. ഈ വന്ന സാധനത്തിനെ സട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മാസം പണിയെടുക്കും. അങ്ങനെ ഒരു പീരിയഡ്സ് ആവുന്നതിൻ്റെ ഒരു ആഴ്ച മുന്നേ ആകുമ്പോഴേക്കും എൻ്റെ ഫേസൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ഒരു ഗ്ലോ ഒക്കെ വരും. ആൾക്കാരും പൊട്ടിയിടാൻ തുടങ്ങി, മേക്കപ്പ് ഇടാൻ തുടങ്ങി എന്നൊക്കെ പറയുന്ന ഒരു കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാകും. കാരണം ഞാൻ ഇപ്പം ചെയ്യുന്നതിന് എനിക്ക് അപ്പോഴും ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ എനിക്ക് സന്തോഷമാവും, ഓ ഞാൻ നന്നായിട്ട് ബെറ്ററായി വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ അത് കഴിയുമ്പോഴേക്കും പീരിയഡ്സ് ആവും, വീണ്ടും പഴയ പോലെ. അപ്പോൾ നല്ലോണം ടാനും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ സട്ടിലായിട്ട് കീപ്പ് ചെയ്യുക. അതായത് നിലവിൽ ചെയ്യുന്ന പോലെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക, നല്ലപോലെ ഫുഡ് കഴിക്കുക. പിന്നെ ഭക്ഷണം എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോട്ടീനാണ് കൂടുതൽ എടുക്കുക. അതായത് ഒരു ദിവസത്തിൽ ഞാൻ 2 മുട്ട നിർബന്ധമായിട്ട് കഴിക്കും. ചിക്കൻ കഴിക്കാൻ പറ്റുന്ന, അപ്പോൾ വീക്കിലി വൺസ് ഓർ ട്വൈസ് എങ്കിലും ചിക്കൻ കഴിക്കും. ഡെയിലി കഴിക്കുക എന്നുള്ളതാണ്, നമ്മുടെ ചിക്കൻ നമ്മളെ ബാധിക്കുന്നതുകൊണ്ട് വൺസ് ഓർ ട്വൈസ് എങ്കിലും ചിക്കൻ കഴിക്കും. പിന്നെ ആൽമണ്ട് ഡെയിലി ഒരു 7 ആൽമണ്ട് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട്. പിന്നെ 2 ഡേറ്റ്സ് കഴിക്കും. ഇതാണ് എൻ്റെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ടർമറിക് മിൽക്ക് കഴിക്കാറുണ്ട്. വൈകുന്നേരങ്ങളിൽ 1 ഗ്ലാസ് പാല്, അതിൽ കുരുമുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ 1 ഗ്ലാസ് പാല് കുടിക്കും. രാവിലെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി കാണിച്ചില്ല ഒരു മസാല ചായ, ആ മസാല ചായയും കുടിക്കും. ഇതാണ് എൻ്റെ കൃത്യമായിട്ട് പോകുന്ന റുട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ ലഞ്ച് കഴിക്കുന്നത്
വീട്ടിലെന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതാണ് കഴിക്കുക, ചോറാണ്, അതുപോലെ ആയിരിക്കും കറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ സാധാരണ വീട്ടിലത്തെ ഫുഡുകളാണ് കഴിക്കുക കേട്ടോ. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് ഇടയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരികയാണെങ്കിൽ അത് കഴിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഡയറ്റ് നോക്കുക എന്നുള്ളത് പലപ്പോഴും കോസ്റ്റ്ലി ആയിട്ട് വരാറുണ്ട്. നമ്മൾ ഈ പറയുന്ന ചിക്കൻ കഴിക്കണ്ടേ, കഴിക്കണമല്ലോ, ഫ്രൂട്ട്സ് വാങ്ങണമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഫുഡ് എടുക്കുന്നത് മെയിനായിട്ട്. പിന്നെ ഉറക്കം നല്ലപോലെ കിട്ടാനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഈ പറയുന്നത്. കിടക്കാൻ നേരത്ത് നമ്മൾ കൈയും കാലും മുഖമൊക്കെ കഴുകി കിടക്കുക, അല്ലെങ്കിൽ മേലൊക്കെ കഴുകി ബ്രഷൊക്കെ ചെയ്ത് ഒന്നും ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നുമൊക്കെ ചെയ്ത് അങ്ങനെ കിടക്കുക. പിന്നെ ഉറങ്ങുന്നതിൻ്റെ ഒരു 1 hour മുന്നെങ്കിലും സ്ക്രീൻ ഓഫ് ചെയ്യുക. പിന്നെ മെയിനായിട്ട് എന്താ നിങ്ങൾക്ക് പറ്റുക വെച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ എന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് വല്ലാതെ ഹേർട്ടാവും. എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ട്. കാരണം ഞാൻ നമ്മളെന്താ പറയുക, നമ്മളിങ്ങനെ നമ്മളുടെ മുമ്പിൽ ചിരിച്ച് നിന്നിട്ട് നമ്മളെ മുതലെടുത്ത ആളുകൾ നമ്മളറിയാതെ നമ്മളെക്കുറിച്ച് എന്തൊക്കെ പച്ചപ്പള്ളു പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ലേ, അതൊക്കെ നമ്മളിലോട്ട് എത്തുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മളെ ഒരാൾ ഇത്രയും യൂസ് ചെയ്തിട്ട് നമ്മളറിയാതെ പോയില്ലേ, അല്ലെങ്കിൽ നമ്മളവരെ അത്രയും നമ്മളെ ഒരാൾ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെക്കുറിച്ച് നിന്നിട്ട് നമ്മുടെ അടുത്ത് ചിരിച്ച് നിന്നിട്ട് അപ്പുറത്ത് നമ്മളെക്കുറിച്ച് ഇത്രയും വലിയ അപരാധം പറഞ്ഞുണ്ടാക്കിയിട്ട് അവർ വീണ്ടും നമ്മുടെ അടുത്ത് ചിരിച്ച് നിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും അവരെ ഹെൽപ്പ് ചെയ്തില്ലേ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിന്നില്ലേ എന്നുള്ള സങ്കടമൊക്കെ നമുക്ക് നല്ലോണം വരട്ടെ. എനിക്കങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ടുണ്ട്. അതേപോലെ എന്താ പറയുക, ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ കൊള്ളും നിങ്ങൾ ഇങ്ങനത്തേക്ക് ഒരു കണ്ടീഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു കൊള്ളുന്നതിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഒരു ഫാമിലി സപ്പോർട്ടോ അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ജേർണൽ ചെയ്യുക. പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ, നല്ല പോലെ പ്രാർത്ഥിക്കുക. കുറേ ആൾക്കാർ ഇടയ്ക്കിൻ്റെ ഇത് പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ നിസ്കാരവും ഖുറാനോത്തും അല്ലെങ്കിൽ തഹജ്ജുദ് അങ്ങനത്തെയൊക്കെ വീഡിയോസൊക്കെ നിർത്തിയ സമയത്ത് ആൾക്കാർ വിചാരിക്കുന്ന കാര്യം ഞാനങ്ങനെ പടച്ചവൻ്റെ അടുത്ത് ദുആ ചെയ്യാറേ ഇല്ല, അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കാറേ ഇല്ല, ഖുറാൻ ഓതാറേ ഇല്ല, അങ്ങനത്തെ ഒരു ചിന്തയാണ്. അങ്ങനെയല്ല, ഞാൻ അപ്പോഴും ഇപ്പോഴും പടച്ചവൻ്റെ അടുത്ത് നന്നായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റും, പടച്ചവനാണ്. ഞാൻ അള്ളാൻ്റെ അടുത്ത് നല്ലോണം വർത്താനം പറയാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോഴും എല്ലാ കാര്യവും അള്ളാൻ്റെ പറയാം. ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, ഒരു അത് ആണ് തോന്നുന്നുണ്ട്, ആളുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഐഷ ഞാൻ ഇങ്ങനെ നോക്കിയ സമയത്ത് കണ്ടു ഐഷക്ക് ആരോ സിഹർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, നിന്റെ കൂടെ നിന്നിട്ട് നീ നശിച്ച് കാണാനായിട്ട് അവർ സ്ഥിരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി നിൻ്റെ അടുത്തുണ്ട്. ഇത് എൻ്റെ അടുത്ത് ഒരാളല്ല കേട്ടോ, പല ആളുകൾ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഐ മീൻ നമ്മൾ ഈ എനർജി ഹീലേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ നിൻ്റെ വളർച്ച കണ്ട് അസൂയപ്പെട്ടിട്ട് നീ നശിച്ച് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, നിൻ്റെ സുഹൃത്തുക്കളെ നീ ഒന്ന് അനലൈസ് ചെയ്ത് നോക്ക്, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ അടുത്ത് അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അസുഖം വന്നാൽ ചികിത്സിക്കുക, നമ്മളൊരു ഫെയിലിയറിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ സക്സസ്സിലോട്ട് നമ്മൾ എഫേർട്ട് എടുക്കുക. പിന്നെ നമ്മളെ ഒരാൾ ദ്രോഹിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി ഒരു പവർ ഉണ്ട്, അള്ളാഹ് എന്നുള്ളത് ഒരു റിയൽ ആയിട്ടുള്ള പവറാണ്. അപ്പോൾ നമ്മളിനെ ഒരാൾ ഈ പറയുന്ന നെഗറ്റീവ് എനർജി ആയിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള രീതിയിലോ ഒക്കെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ അവർക്ക് മറുപടി കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ ഓരോ ആൾക്കാരടുത്ത് ഞാൻ പറയാറുള്ള കാര്യം, അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞത് നിന്നെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് തന്നെ അത് കിട്ടിക്കോളും എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, അയാൾക്ക് കിട്ടുന്ന രീതിയിൽ ചെയ്യേണ്ട, എന്നെ സേഫ് ആക്കാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളായിട്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ളതാണെന്ന് വെച്ചാൽ ചെയ്തു. അത് എന്നെക്കുറിച്ച് എൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് പറയേ വേണ്ട, എനിക്ക് അത് അറിയും വേണ്ട, സത്യം പറയുക അത് കേൾക്കണ പേടി കേട്ടോ. അപ്പം എനിക്ക് അത് അറിയും വേണ്ട, ഇതാക്കും വേണ്ട, നിങ്ങളായിട്ട് നിങ്ങൾക്ക് എനിക്ക് നല്ലത് വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തോ. പക്ഷേ നിങ്ങൾ മറ്റൊരാൾക്ക് ദോഷം വരാനായിട്ട് നിങ്ങളൊന്നും ചെയ്യണ്ട. കാരണം അൾട്ടിമേറ്റ് പവർ അള്ള അവിടെ ഉണ്ട്, അത് അള്ള നോക്കിക്കോളും എന്നാണ് ഞാൻ അവരതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ആൻഡ് ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്, നമുക്ക് പ്രയാസം ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുക. അപ്പം എൻ്റെ ഉമ്മ പറയാറുണ്ട്, ഏത് നേരവും കടന്നിട്ട് എന്താ കിട്ടുന്നത്, ഉമ്മാൻ്റെ കുട്ടി എഴുന്നേറ്റിരുന്നിട്ട് എന്തെങ്കിലും ജോലി ചെയ്യും. ഹസ്ബൻഡ് പറയാറുണ്ട്, എപ്പോഴും സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് എന്താ ചെയ്യുക, എന്താ കാര്യമുള്ളത്, നീ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആവും, ഉഷാറാവും. മക്കൾ പറയാറുണ്ട് നമുക്ക് എങ്ങോട്ടേലും പോവാം. അപ്പം എൻ്റെ അടുത്ത് എങ്ങോട്ടേലും പോവാന്നൊക്കെ പറഞ്ഞേക്ക്, പോണ്ടേ പടച്ചോനെ, കല്യാണത്തിനോ മാറ്റണ്ടേ, ഒരുങ്ങണ്ടേ. ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയ്യോ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഒരു നടിയാണ്, അവരുടെ പേരെനിക്ക് മറന്നുപോയതാ. അവർ പറയുന്നുണ്ട് ബാക്കിൽ ഒരു പ്രേതം വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പ്രേതമല്ലേ, ഇനി ഞാൻ തിരിഞ്ഞു നോക്കണ്ടേ, അങ്ങനെ ചോദിക്കുക എന്നുള്ളത്. അതേപോലെയാണ് അനിഖില വിമൻ, എനിക്ക് അതേപോലെയാണ് ബുദ്ധിമുട്ട്. കാരണം അത്രയും മടി എനിക്ക് വരാറുണ്ട്. ആ ഒരു മടിയും വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ നമ്മൾ ചെയ്യൂലേ, അതേപോലെ ഞാൻ നിർബന്ധമായിട്ട് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയിലുള്ളതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ
ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ ലിമിറ്റ് ചെയ്തു എന്നുള്ളതാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ എൻ്റെ ഉമ്മ ഹെൽപ്പ് ചെയ്യും. പുറത്തെ കാര്യങ്ങൾ ഞാൻ എൻ്റെതായ കൺവീനിയൻസിനനുസരിച്ച് പതിയെ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയത് എന്താ വെച്ചാൽ അൽഹംദുലില്ലാ കുറേയൊക്കെ നമ്മൾ അങ്ങോട്ട് പോയി പേപ്പേഴ്സ് വാങ്ങിക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് വന്ന് കാണാമെന്നൊക്കെ പറയുമ്പോൾ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം രാവിലെ അവർ കെട്ടിയൊരുങ്ങി അവരുടെ പണിയൊക്കെ മിസ് ചെയ്തിട്ട് എന്നെ കാണാൻ വരുന്നത് ബുദ്ധിമുട്ടല്ലേ. അതിനേക്കാളും ബെറ്റർ മെമ്പർക്ക് ഒഴിവുള്ള സമയത്ത് മെമ്പർ ഇങ്ങോട്ട് വരുമല്ലോ എന്നുള്ള ഒരു രീതിയിൽ അവർ വെയിറ്റ് ചെയ്യും. അപ്പോൾ അവരും ഹാപ്പി ഞാനും ഹാപ്പി എന്നുള്ള ആ ഒരു ട്രിക്ക് ഞാൻ ഉപയോഗിച്ചത് ആളുകൾക്ക് ഭയങ്കര ഹെൽപ്പായിട്ടുണ്ട്. അവർക്കും ഹെൽപ്പായിട്ടുണ്ട്, എനിക്കും ഭയങ്കര ഹെൽപ്പായിട്ടുണ്ട്. അതാണ്. പിന്നെ നിർബന്ധമായിട്ട് പോകേണ്ടുന്ന മീറ്റിങ്ങുകളോ ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല. നമ്മൾ പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പോവും. അത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്കിൻ കെയർ ആണെങ്കിൽ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, ഫേസ് വാഷ്, അത്രയാണ്. പിന്നെ നിങ്ങൾ കാണുന്ന പോലെ കണ്ണെഴുതാറുണ്ട്, ലിപ് ബാം ഇടാറുണ്ട്. ഇത്രയാണ് എൻ്റെ ടോട്ടൽ സ്കിൻ കെയർ. പിന്നെ എങ്ങോട്ടേലും പോണ സമയത്ത് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കവർ ചെയ്യാനായിട്ട് കുഞ്ഞ് മേക്കപ്പ് ചെയ്യാൻ കേട്ടോ. വളരെ കുഞ്ഞ് മേക്കപ്പ് ആവുകയാണെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഞാൻ പുട്ടി വീശി കയറ്റാറില്ല. ഓക്കെ. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല. നമ്മൾ ചില ആളുകൾ ലിപ് ബാമോ ലിപ്സ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പുട്ടിയിട്ട പോലെ തോന്നും. ഞാൻ അങ്ങനെ ഒരാളാണ്. ഞാൻ കണ്ണെഴുതി ലിപ് ബാം ഇട്ടാൽ തന്നെ വലിയ പുട്ടി വലിച്ചു കയറ്റിയ പോലെ തോന്നാറുണ്ട്. പക്ഷെ എനിക്കതിന് സന്തോഷമുള്ളൂ കേട്ടോ. കാരണം കുറച്ചൊക്കെ നന്നായതുകൊണ്ടാണല്ലോ സാധനം വരുന്നത്, അതുകൊണ്ട്. ഓക്കെ. അപ്പോൾ എത്രയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് യൂസ് ആവുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട് ഇതിലെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഡോക്ടറെ കാണിക്കുക കേട്ടോ. കാരണം ഇതുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് ഇറ്റ്സ് റിയലി ഒരു ഹാർഡ് തിങ്. അപ്പോൾ നിങ്ങളൊന്ന് ഡോക്ടറെ കാണിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അടുത്തേക്കും. അസ്സലാമു അലൈക്കും.